സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ നോക്കിവരാം അതിവേഗത്തിൽ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കാൻ പ്രത്യേക ബെഞ്ച് രൂപീകരിച്ച് ഉത്തരവ് പുറത്തിറങ്ങി. പ്രത്യേക ബെഞ്ചിലുള്ളത് ജസ്റ്റിസുമാരായ ജയശങ്കരൻ നമ്പ്യാരും CS സുധയും. റിപ്പോർട്ടിൽ അന്വേഷണം വേണമെന്ന പൊതുതാൽപര്യ ഹർജിയും അനുബന്ധ വിഷയങ്ങളും പുതിയ ബെഞ്ച് പരിഗണിക്കും. മലപ്പുറം മുൻ SP സുജിത് ദാസിന് സസ്പെൻഷൻ. സുജിത് ദാസിനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉത്തരവിട്ടു. സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ താൽക്കാലിക ചെയർമാനായി നടൻ പ്രേംകുമാർ ചുമതലയേറ്റു. കൂടുതൽ സ്ത്രീകൾക്ക് സിനിമാ മേഖലയിൽ അവസരമൊരുക്കാനുള്ള ഇടപെടൽ ഉണ്ടാകുമെന്ന് പ്രേംകുമാർ. സിനിമാ സെറ്റുകളിൽ വനിതാ കമ്മീഷൻ പരിശോധന നടത്തുമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ P സതീദേവി. സിനിമാ നയ രൂപീകരണ സമിതിയിൽ നിന്ന് M മുകേഷിനെ മാറ്റി 9 പേർ സമിതിയിൽ തുടരും. ആലുവ സ്വദേശിനി നൽകിയ പീഡനക്കേസിൽ മുകേഷിനും ഇടവേള ബാബുവിനും മുൻകൂർ ജാമ്യം. ജാമ്യം അനുവദിച്ച് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി. പോലീസിനെതിരായ ആരോപണത്തിൽ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ പോലീസിന് നേരെ ആക്രമണം. പോലീസ് വാഹനം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആക്രമിച്ചു. അക്രമത്തിൽ മ്യൂസിയം SIക്ക് പരിക്ക്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രകോപനം. യൂത്ത് കോൺഗ്രസ് നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ പോലീസുകാർക്ക് നേരെ ഭീഷണി മുഴക്കി K സുധാകരൻ. പ്രവർത്തകരെ മർദ്ദിച്ച പോലീസുകാരെ നാട്ടിൽ കാണുമെന്നും സുധാകരൻ. യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ചിനെ പരിഹസിച്ച് PV അൻവർ MLA. തന്നെ കുറ്റം പറഞ്ഞിരുന്ന യൂത്ത് കോൺഗ്രസുകാർ താൻ ഉന്നയിച്ച ആരോപണങ്ങളുടെ പേരിൽ പ്രതിഷേധിക്കുന്നുവെന്ന് PV അൻവർ MLA. PV അൻവർ MLAയുടെ ആരോപണങ്ങളിൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള പൊതുതാൽപര്യ ഹർജി ഹൈക്കോടതി തള്ളിയത് തൃശൂർ സ്വദേശി ജോർജ് വട്ടുകുളം സമർപ്പിച്ച ഹർജി പ്രശസ്തിക്ക് വേണ്ടിയാണെന്ന് നിരീക്ഷിച്ച് ഡിവിഷൻ ബെഞ്ച്. കേരളത്തിന്റെ ഗവർണറായി ആരിഫ് മുഹമ്മദ് ഖാൻ തുടരണമെന്ന് കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. കഴിഞ്ഞ 5 വർഷം തന്റേതായ സാന്നിധ്യം അറിയിച്ച ഗവർണർ തുടരണമെന്നാണ് ജനങ്ങളുടെ ആഗ്രഹമെന്നും തിരുവഞ്ചൂർ. തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ തള്ളി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഗവർണറെ പുകഴ്ത്തി നടത്തിയ പ്രതികരണം തമാശയെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഗവർണർ എടുത്ത നിലപാടിനോട് തങ്ങൾക്ക് യോജിപ്പില്ലെന്നും സതീശൻ. PV അൻവർ MLA ഉന്നയിച്ച വിഷയങ്ങളിൽ നിയമപരമായ നടപടിയെടുത്തുവെന്ന മന്ത്രി V ശിവൻകുട്ടി. ചില മാധ്യമങ്ങൾ മുഖ്യമന്ത്രിയെ ഒറ്റപ്പെടുത്തുന്നു. പ്രശ്നങ്ങൾ നിയമാനുസരണം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവിന്റെ വാക്കാരും വിശ്വസിക്കരുതെന്നും മന്ത്രി. വിലക്കുറവും ഓഫറുകളുമായി സപ്ലൈകോയുടെ ഓണം ഫെയറുകൾക്ക് തുടക്കം. ഫെയറിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഓണത്തിന്റെ ഭാഗമായി നല്ല രീതിയിലുള്ള ഇടപെടൽ മാർക്കറ്റിൽ നടത്തുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സപ്ലൈകോയിൽ വലിയ വിലക്കുറവുണ്ടാകുമെന്നും കുറഞ്ഞ വിലയ്ക്ക് നിത്യോപയോഗ സാധനങ്ങൾ നൽകുമെന്നും മുഖ്യമന്ത്രി. ഓണം വിപണി ഇടപെടലിന് സംസ്ഥാനം സജ്ജമെന്ന് മന്ത്രി GR അനിൽ. സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ സബ്സിഡി സാധനങ്ങളടക്കം സുലഭമായി ലഭിക്കും. പല ഉൽപ്പന്നങ്ങൾക്കും വില കുറച്ചു. പഞ്ചസാരയുടെ വിലയിലെ മാറ്റം നേരിയതെന്നും മന്ത്രി കൈരളി ന്യൂസിനോട് പറഞ്ഞു. ഓണക്കാലമായിട്ടും സംസ്ഥാനത്തിന് ലഭിക്കേണ്ട വിഹിതം തടഞ്ഞുവെച്ച് കേന്ദ്ര സർക്കാർ. തടഞ്ഞുവെച്ച അർഹമായ സാമ്പത്തിക വിഹിതം നൽകാൻ ഇതുവരെയും തയ്യാറാകാതെ കേന്ദ്രം. കേരളീയരെ അപമാനിച്ച കേന്ദ്രം. ഓണത്തിന് കേന്ദ്രം അനുവദിച്ചത് ഭക്ഷ്യയോഗ്യമല്ലാത്ത പഴകിയ അരി. 18 രൂപയ്ക്ക് കൊടുക്കുന്ന ഭാരത് അരി കേരളത്തിന് നൽകിയത് 32 രൂപയ്ക്ക്.
ഓണക്കാലത്ത് വിലക്കയറ്റം നിയന്ത്രിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ. സപ്ലൈകോയ്ക്കും കൺസ്യൂമർ ഫെഡിനും ധനവകുപ്പ് ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെന്നും മന്ത്രി. വ്യവസായ വികസന റാങ്കിങ്ങിൽ കേരളത്തിന് ചരിത്ര നേട്ടം. കേന്ദ്ര സർക്കാരിന്റെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് പുരസ്കാരം കേരളത്തിന്. ഹരിയാന ബിജെപിയിൽ പൊട്ടിത്തെറി. സീറ്റ് നിഷേധിച്ച നേതാക്കൾ പാർട്ടി വിടാനൊരുങ്ങുന്നു. വൈദ്യുതി മന്ത്രി രഞ്ജിത്ത് ചൌഡാല ബിജെപി വിട്ട് കോൺഗ്രസിൽ ചേർന്നേക്കും. എംഎൽഎ ആയ ലക്ഷ്മൺ നാഭയും ബിജെപി പ്രാഥമിക അംഗത്വം രാജിവെച്ചു. കൊൽക്കത്തയിൽ PG ട്രെയിനി ഡോക്ടർ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവത്തിൽ പോലീസിനെതിരെ ഗുരുതര ആരോപണവുമായി പെൺകുട്ടിയുടെ മാതാപിതാക്കൾ. കൈക്കൂലി നൽകി കേസ് ഒത്തുതീർപ്പാക്കാൻ പോലീസ് ശ്രമിച്ചെന്ന പെൺകുട്ടിയുടെ പിതാവ്. ഈ മാസം 12-ന് സംസ്ഥാനങ്ങളിലെ ധനമന്ത്രിമാർ പങ്കെടുക്കുന്ന കോൺക്ലേവ് തിരുവനന്തപുരത്ത് നടക്കുമെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ. പരിപാടി കേരളം സംഘടിപ്പിക്കും. തമിഴ്നാട്, കർണാടക, തെലങ്കാന, പഞ്ചാബ് എന്നീ സംസ്ഥാനങ്ങളിലെയും ധനകാര്യമന്ത്രിമാർ കോൺക്ലേവിൽ പങ്കെടുക്കും. ജാമ്യത്തിലിറങ്ങി മുങ്ങിയ പ്രതിയെ മധ്യപ്രദേശിൽ പോയി പിടികൂടി കേരള എക്സൈസ്. കോഴിക്കോട് രാമനാട്ടുകരയിൽ നിന്നും 2018-ൽ കഞ്ചാവുമായി അറസ്റ്റിലായ മധ്യപ്രദേശ് ബേത്തൂർ സ്വദേശി രവിചന്ദേൽക്കരെയാണ് പിടിയിലായത്. പ്രതിയെ വടകര NDPS കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ESI ഡോക്ടർമാരുടെ സംഘടന KJMOയെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 5 ലക്ഷം രൂപ കൈമാറി. തൊഴിൽ പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്കാണ് ഭാരവാഹികൾ തുക കൈമാറിയത്. ഓണം വിപണി ഇടപെടലിന് സംസ്ഥാനം സജ്ജമെന്ന മന്ത്രി GR അനിൽ. സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ സബ്സിഡി സാധനങ്ങൾ അടക്കം സുലഭമായി ലഭിക്കും. പല ഉൽപ്പന്നങ്ങൾക്കും വില കുറച്ചു. കോഴിക്കോട് പുതിയ സ്റ്റാൻഡിൽ ബസ് ഡ്രൈവറെ മർദ്ദിച്ച സംഭവത്തിൽ അറസ്റ്റ്. ബസ് ഡ്രൈവറായ കണ്ണൂർ മമ്പറം സ്വദേശി PK ഷഹീറാണ് അറസ്റ്റിലായത്. ബസ് പാർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ആക്രമണത്തിലേക്കെത്തിയത്. അങ്കമാലിയിൽ യുവാവിനെ സുഹൃത്തിന്റെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പാലിശ്ശേരി കൂരത്ത് വീട്ടിൽ രഘു ആണ് മരിച്ചത്. മർദ്ദനമേറ്റതാണ് മരണകാരണമെന്ന് സൂചന. റേഷൻ കടയിൽ അതിക്രമം കാണിച്ച യുവാവിനെ പനമരം പോലീസ് അറസ്റ്റ് ചെയ്തു. ചുണ്ടക്കുന്ന സ്വദേശി ജിനേഷിനെയാണ് പനമരം പോലീസ് ഇൻസ്പെക്ടർ CV ബിജു അറസ്റ്റ് ചെയ്തത്. യുവകവി സാമജ കൃഷ്ണയുടെ 2ാമത്തെ കവിതാ സമാഹാരം ഉറങ്ങാതിരിക്കാം നമുക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ കവി പ്രഭാവർമ്മയ്ക്ക് നൽകി പ്രകാശനം ചെയ്തു. ചടങ്ങിൽ സാക്ഷരതാ മിഷൻ ഡയറക്ടർ AG ഒലീന, DYFI ജില്ലാ സെക്രട്ടറി ഷിജു ഖാൻ, കേരള ലോ അക്കാദമി ഡയറക്ടർ അഡ്വക്കേറ്റ് നാഗരാജ് നാരായണൻ എന്നിവർ പങ്കെടുത്തു. എറണാകുളത്ത് വൻ കഞ്ചാവ് വേട്ട. കലൂർ കത്തിക്കടവിൽ 5.5 കിലോ കഞ്ചാവുമായി ഇതര സംസ്ഥാന തൊഴിലാളികൾ പിടിയിൽ. ഒറീസ സ്വദേശികളായ ബുധു പ്രധാൻ, ഷാഹിൽ ചിഞ്ചാനി എന്നീ 2 യുവാക്കളാണ് അറസ്റ്റിലായത്. വയനാട് പുനരധിവാസത്തിനായി FUMMA സംസ്ഥാന കമ്മിറ്റി നൽകുന്ന ഫർണിച്ചറുകളുടെ ഫ്ളാഗ് ഓഫ് മന്ത്രി OR കേളു നിർവഹിച്ചു. ദുരന്തത്തിനിരയായ മുഴുവൻ വീടുകളിലും സംഘടനാ ഫർണിച്ചറുകൾ എത്തിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ കോട്ടയം സിവിൽ സ്റ്റേഷനിൽ ദ്വിദിന ഓണം ഖാദി റിബേറ്റ് മേള ആരംഭിച്ചു. ജില്ലാ കളക്ടർ ജോൺ V സാമുവൽ ഉദ്ഘാടനം നിർവഹിച്ചു. കോട്ടയം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആൻഡ് സയൻസസ് ഈ മാസം 9-ന് വിദ്യാജ്യോതി സ്കോളർഷിപ്പിന്റെ ഉദ്ഘാടനം സംഘടിപ്പിക്കും. ഗോവ ഗവർണർ അഡ്വക്കേറ്റ് PS ശ്രീധരൻ പിള്ള പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കും. വീടിനുള്ളിൽ കയറി വജ്രാഭരണങ്ങൾ ഉൾപ്പെടെ 7 ലക്ഷത്തോളം രൂപയുടെ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച കേസിൽ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കാഞ്ഞിരപ്പള്ളി പാറത്തോട് പുത്തൻ വീട്ടിൽ ഷാജഹാൻ PM എന്നയാളെയാണ് ചങ്ങനാശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തത്.
ലൈംഗികാതിക്രമ പരാതികളിൽ ശക്തമായ നടപടിയെടുക്കണമെന്ന് തമിഴ് താരസംഘടനയായ നടികർ സംഘം. പരാതികൾ അന്വേഷിക്കാൻ ആഭ്യന്തര പരാതി പരിഹാര സെൽ രൂപീകരിക്കും. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന്റെ പശ്ചാത്തലത്തിലാണ് തീരുമാനം. എംഎൽഎമാരുടെ കൂറുമാറ്റം തടയാൻ പുതിയ നിയമനിർമ്മാണവുമായി ഹിമാചൽ പ്രദേശിലെ സർക്കാർ. കൂറുമാറ്റ നിരോധന നിയമം അനുസരിച്ച് അയോഗ്യരാക്കപ്പെടുന്നവർക്ക് പെൻഷൻ അർഹതയുണ്ടാവില്ല. ആദിവാസി യുവതിയെ ബലാത്സംഗം ചെയ്യാൻ ശ്രമം. തെലങ്കാനയിൽ കടകൾക്കും വീടുകൾക്കും തീയിട്ടു. ആസിഫാബാദ് ജില്ലയിലാണ് വൻ പ്രതിഷേധം അരങ്ങേറിയത്. വകുപ്പുതല നടപടികൾ. മഹാരാഷ്ട്രയിൽ ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിന്റെ വിശ്വസ്തനും ബിജെപി ജില്ലാ പ്രസിഡന്റുമായ സമർജിത് സിംഗ് ഖഡ്ഗെ ശരത് പവാർ നയിക്കുന്ന എൻസിപിയിൽ ചേർന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയാണ് കൂറുമാറ്റം. ഇപിഎഫ് പെൻഷൻകാർക്ക് രാജ്യത്തെ ഏത് ബാങ്കിന്റെയും ഏത് ശാഖയിൽ നിന്നും പെൻഷൻ തുക പിൻവലിക്കാവുന്ന സംവിധാനം ജനുവരി 1 മുതൽ പ്രാബല്യത്തിൽ. കേന്ദ്രീകൃത പെൻഷൻ പേയ്മെന്റ് സംവിധാനത്തിന് അനുമതി ലഭിച്ചതായി കേന്ദ്ര തൊഴിൽ മന്ത്രാലയം. ചെന്നൈയിൽ ഫ്ളാറ്റിൽ വൻ ലഹരി മരുന്ന് വേട്ട. 500 ഗ്രാം കഞ്ചാവ് ചേർത്ത ചോക്ലേറ്റ്, 20 മില്ലി ലിറ്റർ കഞ്ചാവ് ഓയിൽ എന്നിവ പിടികൂടി. സംഭവത്തിൽ കോളേജ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 21 പേർ അറസ്റ്റ്. റീൽ ചിത്രീകരണത്തിനിടെ 22-കാരിയെ കൂട്ടബലാത്സംഗം ചെയ്തു. സംഭവം മധ്യപ്രദേശിലെ ഇൻഡോറിൽ. ആൺസുഹൃത്തിനൊപ്പം റീൽ എടുക്കുന്നതിനിടെ പോലീസ് അന്വേഷണം ആരംഭിച്ചു. രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സിംഗപ്പൂരിലെത്തി. ഇരു രാജ്യങ്ങളുടെ നയതന്ത്ര ബന്ധം ശക്തിപ്പെടുത്തുക, ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള നിക്ഷേപങ്ങൾ ആകർഷിക്കുക എന്നിവ ലക്ഷ്യം. സിംഗപ്പൂർ സന്ദർശനം 6 വർഷങ്ങൾക്കു ശേഷം. നാഗാലാൻഡിൽ ദേശീയപാതയിൽ വൻ മണ്ണിടിച്ചിൽ. ദേശീയപാത 29-ലുണ്ടായ മണ്ണിടിച്ചിലിൽ 6 പേർ മരിച്ചു. യാത്രക്കാർ ജാഗ്രത പുലർത്തണമെന്ന് അധികൃതർ. അമ്മയുടെ മരണത്തിന് ഉത്തരവാദിയാണെന്ന് ആരോപിച്ച് 15-കാരൻ വ്യാപാരിയെ കുത്തിക്കൊന്നു. സംഭവം കിഴക്കൻ ദില്ലിയിലെ പ്രീത് വിഹാർ മേഖലയിൽ ജഗ്പുരിയിൽ മോമോ സ്റ്റാൾ നടത്തുന്ന കപിൽ എന്നയാളാണ് കൊല്ലപ്പെട്ടത്. നെയ്വേലി, ചെന്നൈ നഗരങ്ങളെ കൂട്ടിയിണക്കി ചെറുവിമാന സർവീസ് നടത്താൻ അനുമതി നൽകി ഡയറക്ടറേറ്റ് ഓഫ് സിവിൽ ഏവിയേഷൻ. 9 സീറ്റുള്ള എയർ ടാക്സി സർവീസ് ഇതിനായി ഉപയോഗിക്കുമെന്ന റിപ്പോർട്ടുകൾ. നെയ്വേലി ലിഗ്നൈറ്റ് കോർപ്പറേഷന്റെ എയർ സ്ട്രിപ്പ് ഇതിനായി ഉപയോഗിക്കും. ഗാസയിൽ യുദ്ധം ഇനിയും തുടർന്നാൽ ഹമാസ് അല്ല ഇസ്രയേൽ തന്നെയാണ് തകരുകയെന്ന് മുന്നറിയിപ്പ് നൽകി മുൻ സൈനിക മേധാവി ഇത്ഷാഖ് ബ്രിക്. ഹമാസിനേക്കാൾ വലിയ ആഘാതമാണ് രാജ്യത്തിന് യുദ്ധം ഉണ്ടാക്കുകയെന്നും ഇർതാഖ് ബ്രിക്. യുഎസിലെ ടെക്സസിൽ വാഹനാപകടത്തിൽ യുവതിയടക്കം 4 ഇന്ത്യക്കാർ മരിച്ചു. അപകടമുണ്ടായത് അർക്കൻസാസിലെ ബെന്റൺവില്ലിലേക്കുള്ള യാത്രാമധ്യേ. വടക്കൻ ഗാസയിലെ ജബലിയയിൽ ഇസ്രയേൽ ബോംബാക്രമണം. അഭയകേന്ദ്രമായ സ്കൂളിന് മുന്നിൽ ഭക്ഷണത്തിന് വരുന്ന 8 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു. പോളിയോ വാക്സിനേഷന്റെ 3ാം ദിനത്തിൽ വെടിനിർത്തലിന് സമയപരിധി അവസാനിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ആക്രമണം. തുർക്കിയിൽ ഇസ്രയേൽ ചാരപ്പണിക്ക് സാമ്പത്തിക സഹായം നൽകിവന്ന വിദേശ പൗരൻ പിടിയിൽ. കൊസോവോ പൗരൻ ലിറിഡൻ റെഷപ്പിയാണ് തുർക്കി സേനയുടെ പിടിയിലായത്. ലഹരിമരുന്ന് നൽകി ഭാര്യയെ അബോധാവസ്ഥയിലാക്കി 50ഓളം പേർക്ക് ബലാത്സംഗം ചെയ്യാൻ ഒത്താശ ചെയ്തുകൊടുത്ത് ഭർത്താവ്. സംഭവത്തിൽ ഭർത്താവും പീഡനത്തിന് ഇരയാക്കിയവരും പിടിയിൽ. US തെരഞ്ഞെടുപ്പ് ഫലം അട്ടിമറിക്കാൻ ശ്രമിച്ച കേസിൽ പരിഷ്കരിച്ച കുറ്റപത്രത്തിലെ ആരോപണങ്ങൾ നിഷേധിച്ച് ഡൊണാൾഡ് ട്രംപ്. കേസിൽ കുറ്റക്കാരനല്ലെന്ന് വാദിക്കുമെന്ന് കോടതിയിൽ സമർപ്പിച്ച രേഖയിൽ ട്രംപ് വ്യക്തമാക്കി.
അമേരിക്കയിൽ വീണ്ടും സ്കൂളിൽ വെടിവയ്പ്. ജോർജിയയിലെ സ്കൂളിൽ വിദ്യാർത്ഥികളും അധ്യാപകരും ഉൾപ്പെടെ 4 പേർ കൊല്ലപ്പെട്ടു. 14-കാരനായ അക്രമി പിടിയിൽ. ക്രൂസ് ടൂറിസം രംഗത്ത് വൻ കുതിപ്പുമായി ദുബായ് ടൂറിസം വകുപ്പ്. 2-3 ദിവസങ്ങൾ മാത്രമുള്ള പാക്കേജുകൾ മേഖലയിലേക്ക് കൂടുതൽ വിനോദസഞ്ചാരികളെ ആകർഷിച്ചെന്ന് ക്രൂസ് ടൂറിസം ആൻഡ് യോട്ടിംഗ് മേധാവി സൗദ് മുഹമ്മദ് സയ്യിദ് ഹരെ. വയനാടിനെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് സൗദിയിലെ നവോദയ സാംസ്കാരിക വേദി. കൈകോർക്കാം നമുക്ക് വയനാടിനൊപ്പം എന്ന ക്യാമ്പയിനിലൂടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ദമാം നവോദയ 75 ലക്ഷം രൂപ നൽകി. മമ്മൂട്ടി ഫാൻസ് UAE ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ മെഗാ രക്തദാന ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നു. ദുബായ്, അൽ അനി എന്നിവിടങ്ങളിലാണ് ക്യാമ്പ്. UAE ആരോഗ്യ മന്ത്രാലയം, ദുബായ് ഹെൽത്ത് അതോറിറ്റി, ലുലു ഗ്രൂപ്പ്, ബ്ലഡ് ഡോണേഴ്സ് കേരള, UAE ചാപ്റ്റർ എന്നിവരുടെ സഹകരണത്തോടെയാണ് ക്യാമ്പ്. സാരഥി കുവൈറ്റ് സിൽവർ ജൂബിലി വർഷത്തിൽ പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സാമ്പത്തിക സഹായം നൽകുവാൻ തീരുമാനം. അർഹരായ 25 വിദ്യാർത്ഥികൾക്ക് 4 വർഷത്തെ പഠന കാലയളവിലേക്കാണ് സാമ്പത്തിക സഹായം. ഒമാനിലെ മലയാളി എഞ്ചിനീയർമാരുടെ കൂട്ടായ്മയായ കേരള എഞ്ചിനീയേഴ്സ് ഫാമിലി സംഘടിപ്പിച്ച ടെക്നോ ഫെസ്റ്റ് 2024 സമാപിച്ചു. വ്യവസായ പ്രമുഖരും എഞ്ചിനീയർമാരും ടെക്നോളജി പ്രേമികളും പങ്കെടുത്ത പരിപാടി എഞ്ചിനീയറിംഗ് രംഗത്തെ ഏറ്റവും പുതിയ മുന്നേറ്റങ്ങളും നൂതനത്വങ്ങളും പ്രദർശിപ്പിച്ചു. കണ്ണൂർ ജില്ലയിലെ അഴീക്കോടുള്ള UAE പ്രവാസികളുടെ കൂട്ടായ്മ ഒരുമ അഴീക്കോട് പ്രവർത്തനം വിപുലീകരിക്കുന്നതിനായി തീരുമാനിച്ചു. സെപ്റ്റംബർ 1 നടന്ന യോഗത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം MLA KV സുമേഷ് ഓൺലൈനായി നിർവഹിച്ചു. അനുരാഗ് കശ്യപ് സംവിധാനം ചെയ്യുന്ന സിനിമയിലൂടെ ബോളിവുഡിലേക്ക് അരങ്ങേറ്റം കുറിച്ച നടൻ ഇന്ദ്രജിത്ത് സുകുമാരൻ. അനുരാഗ് കശ്യപിനൊപ്പമുള്ള ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച് ഇന്ദ്രജിത്ത്. ഗുരു സോമസുന്ദരം ബേസിൽ ജോസഫ് ചിത്രം കപ്പ് റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചു. സെപ്റ്റംബർ 27 ഈ ചിത്രം പ്രദർശനത്തിനെത്തും. ജെയിംസ് ബോണ്ട് സിനിമകളിലൂടെ സുപരിചിതനായ നടൻ ഡാനിയൽ ക്രെയ്ഗ് പ്രധാന വേഷത്തിലെത്തുന്ന ക്യൂർ എന്ന ചിത്രം വെന്നീസ് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ പ്രദർശിപ്പിച്ചു. ചിത്രത്തിന്റെ പ്രദർശനത്തിന് ശേഷം 9 മിനിറ്റ് കയ്യടി ലഭിച്ചുവെന്ന് റിപ്പോർട്ടുകൾ. റീ റിലീസ് ചെയ്യപ്പെട്ട മലയാള സിനിമകളുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ വിവരങ്ങൾ പുറത്ത്. സൗത്ത് ഇന്ത്യൻ ബോക്സ് ഓഫീസിന്റെ റിപ്പോർട്ട് പ്രകാരം ദേവദൂതനാണ് മികച്ച കളക്ഷൻ നേടി 1ാം സ്ഥാനത്തുള്ള സിനിമ. 5.4 കോടിയാണ് ചിത്രത്തിന്റെ ആഗോള റീ റിലീസ് കളക്ഷൻ. റഹ്മാൻ, ധ്യാൻ ശ്രീനിവാസൻ, ഷീലു അബ്രഹാം എന്നിവരെ പ്രധാന വേഷങ്ങളാക്കി ഒമർ ലുലു സംവിധാനം ചെയ്യുന്ന ചിത്രം ബാഡ് ബോയ്സിന്റെ ഒഫീഷ്യൽ ട്രെയിലർ ഇറങ്ങി. ഓണത്തിന് ഒരു കളർഫുൾ മാസ് ചിത്രമാണ് ഒമർ ലുലു ഒരുക്കുന്നതെന്ന് സൂചനകൾ. റിലീസിന് മുൻപ് തന്നെ ദളപതി വിജയ് നായകനായി എത്തുന്ന ചിത്രം ദി ഗോട്ടിന്റെ അഡ്വാൻസ് ബുക്കിംഗ് വൻ ട്രെൻഡാണ് സൃഷ്ടിച്ചത്. ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ സിനിമ മുൻകൂർ ടിക്കറ്റ് വിൽപ്പനയിൽ നിന്ന് 19.38 കോടി രൂപ സമാഹരിച്ചുവെന്നും റിപ്പോർട്ടുകൾ. സിദ്ധാർത്ഥ് മൽഹോത്ര നായകനായി വരാനിരിക്കുന്ന ചിത്രത്തിന്റെ അപ്ഡേറ്റാണ് ശ്രദ്ധയാകർഷിക്കുന്നത്. തുഷാർ ജലോട്ടയാണ് ചിത്രത്തിന്റെ സംവിധാനം നിർവഹിക്കുന്നത്. ജാൻവി കപൂർ നായികയാകുന്ന റൊമാന്റിക് ചിത്രമാണ് സിദ്ധാർത്ഥ് മൽഹോത്ര നായകനായി എത്തുക. കീർത്തി സുരേഷിന്റെ രഘു താത്ത OTT റിലീസിനൊരുങ്ങുന്നു. C5ലൂടെയാണ് കീർത്തിയുടെ രഘു താത്ത OTTയിൽ പ്രദർശനത്തിനെത്തുക. OTT റിലീസ് സെപ്റ്റംബർ 13. BSNLന് സഹായവുമായി കേന്ദ്ര സർക്കാർ രംഗത്ത്. 4G വ്യാപനത്തിനാവശ്യമായ നെറ്റ്വർക്ക് ഉപകരണങ്ങൾ വാങ്ങുന്നതിനായി 6000 കോടി രൂപ BSNLന് അനുവദിക്കാൻ കേന്ദ്രം.
സ്പീഡ് ന്യൂസ് പൂർണ്ണമാവുന്നു. നമസ്കാരം.